എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉപ്പുമാങ്ങ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും ടേസ്റ്റി ആയിട്ടുള്ളതും എന്നാൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്നതുമായ ഒരു അച്ചാറാണ്. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ട് നമ്മുടെ റെസിപ്പീസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഉപ്പുമാങ്ങ അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ഉപ്പുമാങ്ങ ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഒരുപാട് ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സാധാരണ മാങ്ങ അച്ചാറിനൊക്കെ അരിയുന്ന പോലെ അരിയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഉപ്പുമാങ്ങ വന്നിട്ട് അത്യാവശ്യം നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഉപ്പൊക്കെ പിടിച്ച് നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. തന്നെയല്ല നമ്മളിത് തയ്യാറാക്കി കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒന്ന് മാങ്ങ സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് അങ്ങനെ ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമില്ല. ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞെടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 2 മുതൽ 2.5 ടേബിൾ സ്പൂൺ അളവിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അച്ചാർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലെണ്ണ നമുക്ക് വേണം. എണ്ണയെല്ലാം നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 2-3 വറ്റൽമുളക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു വറ്റൽമുളകിൻ്റെ അരിയൊക്കെ കുറച്ച് ഞാൻ കളഞ്ഞിട്ടുണ്ട്. മുഴുവനായിട്ടല്ല, കുറച്ച് ഞാൻ കളഞ്ഞിട്ടുണ്ട്. മുളകെല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് അതിൻ്റെ ഒരു മണമൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നമ്മൾ ലാസ്റ്റ് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതായത് വറ്റൽമുളകൊക്കെ ചേർത്തതിന് ശേഷം ലാസ്റ്റ് വേണം ചേർക്കാനായിട്ട്. അല്ലെന്നുവരികിൽ ഉലുവ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു മുളകൊക്കെ ഇട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും ഉലുവ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഉലുവയെല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉപ്പുമാങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന നല്ലെണ്ണയല്ല നമ്മൾ ഉപ്പുമാങ്ങയിൽ നല്ലപോലെ ഒന്ന് കോട്ടായി വരണം. അതോടൊപ്പം തന്നെ മാങ്ങയെല്ലാം നല്ലപോലെ ഒന്ന് വെന്ത് ഒന്ന് സോഫ്റ്റായി വരണം. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. വെന്ത് ഒന്ന് സോഫ്റ്റായി വന്നാൽ മതിയാകും. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു അച്ചാർ വന്നിട്ട് നമ്മൾ ആദ്യമേ തന്നെ കടുക് പൊട്ടിച്ചിട്ടാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കുന്നത്. ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അച്ചാറാണ്. ഇത് വന്നിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ, അതുപോലെ തന്നെ കേർഡ് റൈസിൻ്റെ കൂടെ, അതുപോലെ ദോശയുടെ കൂടെയൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. മാങ്ങയെല്ലാം നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വരണം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം മാങ്ങയിൽ അത്യാവശ്യം ഉപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് അച്ചാർ തയ്യാറാക്കിയതിന് ശേഷം വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പുമാങ്ങ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഉപ്പ് നമുക്കിതിലുണ്ട്. അപ്പോൾ ഈ ഒരു ഉപ്പുമാങ്ങ അച്ചാർ വന്നിട്ട് നമുക്ക് പനിയൊക്കെ വന്ന് വായ്ക്ക് രുചിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഇതുപോലുള്ള അച്ചാറൊക്കെ തയ്യാറാക്കി കഴിക്കുകയാണെങ്കിൽ ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ലൊരു രുചിയൊക്കെ കിട്ടും. ഉപ്പുമാങ്ങ വെച്ചിട്ടുള്ള ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പി ഇതിനു മുൻപ് നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഉപ്പുമാങ്ങയും തേങ്ങയും മുളകും കൂടെ അരച്ച് തൈരും കൂടി ചേർത്ത് തയ്യാറാക്കുന്ന ഒരു കറിയാണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഉപ്പുമാങ്ങയെല്ലാം നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ മതിയാകും. പിന്നെ ഞാനിത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടാണ് ഇരുന്നത്. ഇനിയിപ്പോൾ ഞാനിവിടെ സ്റ്റൗവ് ഓഫാക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന എണ്ണയെല്ലാം ഇവിടെ നല്ലപോലെ തിളച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഓഫാക്കിയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അച്ചാറിന് അത്യാവശ്യം നല്ല കളറും ഉണ്ടാവും, എന്നാൽ ഒട്ടും തന്നെ എരിവും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണമെന്നൊരിക്കൽ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കായപ്പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല. സ്റ്റൗ ഓഫ് ആക്കിയതിന് ശേഷമാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇതാ കണ്ടില്ലേ, ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്തിരിക്കുകയാണ്. കാരണം ആ ഒരു എണ്ണ നല്ലപോലെ ചൂടായി തന്നെയാണ് ഇരിക്കുന്നത്. ആ ഒരു ചൂട് എണ്ണയിൽ കിടന്ന് നമ്മുടെ മുളക് പൊടിയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരും. മുളക് പൊടിയുടെയും കായപ്പൊടിയുടെ ഒക്കെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരും. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
എല്ലാവർക്കും എൻ്റെ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമാകുകയാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നതുവരേക്കും ടേക്ക് കെയർ. ബൈ.